അങ്ങനെയുള്ള ആചാരങ്ങൾ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അത് ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു ആചാരമാണ്. ഇത് കത്തോലിക്ക തിരുസഭയിൽ ഏത് ആചാരമാണെന്ന് അറിയില്ല. ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാൾ മുൻപ് വേളാങ്കണ്ണി പള്ളിയെ പറ്റിയൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ വേളാങ്കണ്ണി പള്ളിയിൽ ഇപ്പോഴും തുടരുന്ന കുറേ അനാചാരങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ട ചിലരൊക്കെ നമ്മുടെ അടുത്ത് തിരിച്ചു പറഞ്ഞു, ഇത് വേളാങ്കണ്ണി പള്ളിയിലെ അധികൃതരും അതേപോലെ പള്ളിയുമായി ബന്ധപ്പെട്ടവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആചാരങ്ങളൊക്കെ അവിടെ നടക്കുന്നത്, ഞാൻ പറഞ്ഞതുപോലെയൊന്നും അല്ല കാര്യങ്ങളെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ അതിനെപ്പറ്റി കൂടുതലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂട്യൂബ് പള്ളിയിൽ അനൗൺസ് ചെയ്ത അവിടുത്തെ വേളാങ്കണ്ണി മാതാ എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ആ പള്ളിയിലെ വികാരിയച്ഛൻ കൃത്യമായിട്ട് വിളിച്ച് പറയുന്നുണ്ട് എന്തൊക്കെ അനാചാരങ്ങൾ അവിടെ ഉള്ളത് നമ്മൾ ഒഴിവാക്കണമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക. മലയാളികളായ നമ്മളെങ്കിലും ഈ പറയുന്ന ഈ പള്ളിയിലെ അച്ഛൻ തന്നെ വിളിച്ച് പറഞ്ഞിരിക്കുന്ന ഈ അനാചാരങ്ങൾ നമ്മളെങ്കിലും ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ ദേവാലയം വിട്ട് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ പൂട്ടുകളും ചരടുകളുമൊക്കെ വിൽക്കുന്നവരെ കാണും. ദയവ് ചെയ്ത് അങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങി അവിടെ ഇവിടെയൊക്കെ പൂട്ടിയിടുകയും കെട്ടിയിടുകയും ചെയ്യരുത്. അങ്ങനെയുള്ള ആചാരങ്ങൾ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. നമ്മൾ മലയാളം കുർബാന നടക്കുന്ന മോർണിംഗ് സ്റ്റാർ ആ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ കണ്ടോ, ഓരോരുത്തർ അവരുടെ കയ്യിൽ നൂലുകൾ, അതേപോലെ ലോക്ക്, തൊട്ടില് ഇതൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവരെയൊക്കെ ഉദ്ദേശിച്ചാണ് അച്ഛൻ ഈ പറയുന്നത്. അതേപോലെ നമ്മളിവിടെ മാതാവിന്റെ രൂപത്തിന്റെ ഫ്രണ്ടിലൊക്കെ കണ്ടു ഇതേപോലെ തൊട്ടില് കെട്ടിയിടുക, അല്ലെങ്കിൽ ലോക്ക് ചെയ്തിട്ട് താക്കോല് ഊരിക്കൊണ്ട് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ അച്ഛൻ പറയുന്നത്. ഇതേപോലെ തന്നെ മറ്റ് അച്ഛന്മാരും മറ്റു കുർബാനകളുടെ ഇടയിലും വിളിച്ചു പറയുന്നുണ്ട്. അതും നമുക്ക് കാണാം. നിങ്ങൾ ഇവിടെ നിന്ന് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നിങ്ങൾ ഈ മുട്ടിനിറങ്ങി പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ പൂട്ടുകളും ചരടുകളും വിൽക്കുന്നവരെ നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം. അത് ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു ആചാരമാണ്. ഇവിടെ പ്രത്യേക നിർദ്ദേശമുണ്ട്, അത് നിങ്ങൾ വാങ്ങിക്കരുത്. അതൊക്കെ വാങ്ങിച്ച് അവിടെ ഇവിടെയൊക്കെ പൂട്ടിയിടുന്നതും ചരടുകൾ കെട്ടിത്തൂക്കിയിടുന്നതും ഈ തീർത്ഥാടന കേന്ദ്രത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് അങ്ങനെ നിരോധിക്കപ്പെട്ട ഒരു കാര്യം അത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്കത് അനുഗ്രഹമാകണമെന്നില്ല. അതുകൊണ്ട് അത് നിങ്ങളത് പ്രോത്സാഹിപ്പിക്കരുത്. മാതാവ് കാല് വയ്യാത്ത പാൽക്കാരൻ പയ്യന് പ്രത്യക്ഷപ്പെട്ടിട്ട് അത്ഭുത റോ കാണിച്ചു കൊടുത്ത ആ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഇതേപോലെയുള്ള അനാചാരങ്ങൾ നമ്മൾ കണ്ടത്. അവിടെയാണെങ്കിൽ മരത്തമ്മയൊക്കെ ചരട് കെട്ടുക, തൊട്ടിൽ കെട്ടുക, ലോക്ക് ചെയ്യുക. എന്തിനാന്ന് ചോദിച്ചാൽ പറയും കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് തൊട്ടിൽ കെട്ടുന്നത്. അതേപോലെ ചരട് കെട്ടിക്കഴിഞ്ഞാൽ കല്യാണം പെട്ടെന്ന് നടക്കും. പിന്നെ ലോക്ക് വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും കൂടി ലോക്ക് ചെയ്താൽ അവരുടെ ബന്ധം കുറെ നാൾ നിലനിൽക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് വീട് വെക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ പല കാരണങ്ങളാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇതൊന്നും നമ്മുടെ ക്രിസ്ത്യൻ ആചാരവുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ അന്നത്തെ വീഡിയോ തന്നെ ഇത് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പൊ പലർക്കും അത് വിശ്വാസം വന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഒരു കുർബാനയുടെ ഇടയ്ക്കല്ല, പല കുർബാനകളിൽ പല ദിവസങ്ങളിൽ അവിടെ അച്ഛന്മാരെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മലയാളികളായിട്ടുള്ള നമ്മളെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങളെങ്കിലും ഇങ്ങനെയുള്ള അനാചാരങ്ങളൊന്നും പിന്തുടരാതിരിക്കുക. മറ്റൊരു വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട്. മറ്റൊരു അച്ഛൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ്. അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ ഈ നേർച്ചയ്ക്ക് വാങ്ങിക്കുന്ന ഈ പൂട്ട് താക്കോലുകൾ ഇതൊക്കെ ഇവിടെ കൊണ്ടിടരുത്. ഇത് കത്തോലിക്ക തിരുസഭയിൽ ഏത് ആചാരമാണെന്ന് അറിയില്ല. പക്ഷെ ഏത് സഭയാണ് അങ്ങനെ പഠിപ്പിച്ചതെന്നും അറിയില്ല. കത്തോലിക്ക സഭ അങ്ങനെ പഠിപ്പിക്കത്തില്ല ഈ ആചാരം. പൂട്ട് കൊണ്ട് ഇവിടെ പൂട്ടിയിടുക, അൾത്താരയ്ക്ക് ഒരു ബഹുമാനമില്ല, അത് കാണാൻ തന്നെ ഒരു ചന്തമില്ല. അതുകൊണ്ട് ഈ പൂട്ടൊക്കെ ആരെങ്കിലും വച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നെടുത്തിട്ട് പോവുക. അത് ഞങ്ങൾ പൊട്ടിച്ച് കളയും കേട്ടോ. എന്നിട്ട് പരാതി പറയാൻ പാടില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവരും ഈ അനാചാരങ്ങൾ തുടർന്ന് പോകാതിരിക്കാനായിട്ട് ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ടൈം.